ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിന് ശേഷം PVP മീറ്റിംഗായി കൂടിയിരുവാൻ തക്കോണം സർവകൃപാലുവായ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. വേദിയിലെ വരിഷ്ഠരായിരിക്കുന്ന അധ്യക്ഷൻ, കർത്തൃദാസന്മാർ, PVP ഭാരവാഹികൾ, ശേഷം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിച്ചുകൊള്ളട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യം. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്രയോ അപ്രേമവും അവൻ്റെ വഴികൾ എത്രയോ ഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവനാർ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. എന്നൊരു പദപ്രയോഗം നമ്മൾ പ്രതീക്ഷിച്ചതിലുപരിയായി നാം ഒരു വസ്തുവിനെ കാണുകയോ അതിമനോഹരമായൊരു കാഴ്ച നമ്മൾ കാണുകയോ അതുല്യമായ ഒരു അനുഭവം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് നമ്മൾ അറിയാതെ ഉരുവിട്ടു പോകുന്ന ഒരു പദപ്രയോഗമാണ് ഇവിടെ കാഴ്ചക്കാരൻ ആരാണ് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് തിരുമുഖത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ പറയുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പൗലോസ് ഒരുപക്ഷെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പലർക്കും പറയാനായിട്ട് സാധിക്കും, ഈ ഒരു ദേശത്ത് കടന്നു വന്നതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ അനുഭവിച്ചറിഞ്ഞത്. എന്നാൽ പൗലോസിനെ ഒരു കാര്യം വിളിച്ചു പറയാനായിട്ട് സാധിക്കും. പൗലോസിനെ സംബന്ധിച്ച് 2 കപ്പലുണ്ടായിരുന്ന ഒരു കപ്പൽ മുതലാളിയുടെ മകനായിട്ടാണ് പൗലോസ് ജനിച്ചു വളർന്നത്. പൗലോസിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും അതുല്യനായ ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ പൗലോസിന്റെ ജ്ഞാനവും പൗലോസിന്റെ ധനവും പൗലോസിന്റെ അറിവും വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും എത്രയോ ശ്രേഷ്ഠകരമായിരുന്നു. പൗലോസ് സ്വർഗത്തിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറയുവാണ്, ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അറിവ് എത്രയോ വലുതാണ്. പൗലോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, പൗലോസിന്റെ ജീവിത ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ജീവിതത്തിൽ ഈ എല്ലാ നന്മകളും വിട്ടെറിഞ്ഞ് ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് വിളിച്ചു പറയുന്നത് അറിയാം, ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഒപ്പം ഇത് പുതിയ നിയമത്തിൽ ഞാൻ പൗലോസിനെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഞാൻ ഒരു വ്യക്തിയെ കൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ മോശ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തു. ഒപ്പം തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഇതാ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് ഞാൻ എണ്ണുന്നു. നമുക്കറിയാം മോശയുടെ ജീവചരിത്രം. മോശ ജനിച്ച നാളിൽ അന്നത്തെ രാജാവ് ഫറവോൻ പുറപ്പെടുവിച്ച കൽപ്പന നമുക്കറിയാം, ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം നദിയിലെറിഞ്ഞ് കൊന്നുകളയുമെന്നാണ് രാജാവിൻ്റെ ഓർഡർ. മോശയ്ക്ക് മുമ്പ് ജനിച്ചിരുന്ന കുഞ്ഞുങ്ങളെ തൻ്റെ മാതാവ് വേദനയോടെ പ്രസവിച്ച് കുഞ്ഞിൻ്റെ മുഖമൊന്ന് കാണുവാൻ പോലും സമ്മതിക്കാതെ കുഞ്ഞുങ്ങളെ നദിയിലെറിഞ്ഞ് മരണപ്പെട്ടു കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ മോശ ജനിച്ചത് മോശയുടെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം മോശയെ കണ്ടതാണ്. ദൈവജനത്തിനെ കഷ്ടതയിൽ നിന്നും അവർക്ക് കാഴ്ചവെച്ചിരിക്കുന്ന ദേശത്തേക്ക് നടത്തുവാനായിട്ട് ദൈവം മോശയെ മുന്നേ കണ്ടറിഞ്ഞതാണ്. അങ്ങനെയുള്ള മോശയെ ഒരു വെള്ളത്തിലെറിഞ്ഞ് മോശയുടെ ജീവിതം അവസാനിപ്പിക്കുവാനല്ല ദൈവം ആഗ്രഹിച്ച്, മറിച്ച് കൊല്ലുവാൻ ആഗ്രഹിച്ച വെള്ളത്തിൽ വെള്ളത്തിൻ്റെ നടുവിലൂടെ തൻ്റെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മോശ നമുക്കറിയാം, മോശ ജനിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചെങ്കിലും പിന്നീട് വളർന്നത് വളരെ സൗഭാഗ്യത്തോടു കൂടിയാണ് ജീവിച്ചു വളർന്നത്. തനിക്ക് ലഭിക്കാവുന്ന മനോഹരമായ വസ്ത്രങ്ങൾ, പാർപ്പിടങ്ങൾ, അതുപോലെ തന്നെ അഭ്യാസങ്ങൾ, എല്ലാവിധ യോഗ്യതകളും ലഭിച്ച മോശ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് മോശയ്ക്ക് ഇന്ന് പറയാനായിട്ട് സാധിക്കുന്നത്, മിസ്രൈമിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന ഞാൻ വലിയ ധനമെന്ന്
എണ്ണുന്നു എന്ന് മോശയ്ക്ക് നെഞ്ചത്ത് കൈ വെച്ച് പറയാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ഈ ആയിരിക്കുന്ന ലോകത്ത് ഒരുപക്ഷെ നമ്മൾ ഇറങ്ങിത്തിരിച്ചത് മൂലം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പട്ടിണികളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഏറിയിടുക. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് അനുഭവിക്കുന്ന ഈ ഒരു കഷ്ടത, ഈ ഒരു വിഷമം, ഈ ഒരു പ്രയാസം, ഇതെല്ലാം താൽക്കാലികമായിട്ടാണ് ഉള്ളത്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി നമ്മളെ കാത്തിരിക്കുന്ന ഒരു കനാൻ നാട് നമുക്കുണ്ട്. ആ നാടിനായിട്ട് നമുക്ക് ഒരുങ്ങി പാർക്കാം. അതിനകത്ത് അതിൻ്റെ താഴെ തന്നെ ഒരു വാക്യം പറയുന്നു, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവനാർ. പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വളരെ ദാഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരുടെ മനസ്സറിഞ്ഞിട്ട് നിങ്ങളത് കൊണ്ടു കൊടുക്കുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന സന്തോഷം എപ്രകാരമായിരിക്കും? അപ്രകാരം നമ്മുടെ ജീവിതമായിരിക്കണം. നമ്മളുടെ കർത്താവിൻ്റെ മനസ്സ് എപ്രകാരമാണെന്നോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ തിരിച്ചറിവിന് യോഗ്യമായി നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അതായിരിക്കും നമ്മുടെ പിതാവിനും ഇഷ്ടം. അതിനെ ഒരു ഉദാഹരണമായിട്ട് കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു, മനുഷ്യനെന്നുള്ള അവൻ്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യനുള്ള ഒരു പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് നമ്മളുടെ അറിഞ്ഞുവരാതിരിക്കാം. ഒരുപക്ഷെങ്കിൽ നമ്മളെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വേണ്ടി കൈയടിക്കുന്നവർ നാളെ നമുക്ക് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്നറിയാം. ഓക്കെ, ഇതൊക്കെ മാനുഷികമായി നടക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പകരട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർമ്മിക്കുന്ന ദൈവമായി കർത്താവിനെ